നല്ല ക്രീമിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3/4 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള കട്ട തൈരാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഉപയോഗിക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള തൈര് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അധികം പുളിയില്ലാത്ത തൈരായിരിക്കണം. ഇതിലേക്ക് മധുരത്തിനായിട്ട് കണ്ടൻസ്ഡ് മിൽക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 3/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് മുഴുവനായിട്ടും തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു തൈര് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഇത് രണ്ടും നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കോൺഫ്ലോർ എന്ന് പറയുന്നത് ചോളത്തിൻ്റെ പൊടിയാണ്. എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടുന്നതാണ്. നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാൽപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. പാൽപ്പൊടി ചേർക്കണമെന്ന് നിർബന്ധമില്ല, ഓപ്ഷനിലാണ്. കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുത്തോളൂ. അതും കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ ഈ ഒരു കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഏലക്ക പൊടിക്ക് പകരം നിങ്ങൾക്ക് വാനില എസൻസ് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഏതാണോ ഇഷ്ടം അത് ഇട്ട് കൊടുക്കുക. നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ 6 ഇഞ്ച് വലുപ്പത്തിലുള്ള കേക്ക് ടിന്നിലാണ് ഞാനിത് തയ്യാറാക്കി എടുക്കുന്നത്. ഇതേപോലത്തെ പാത്രം തന്നെ വേണമെന്നില്ല, ഏത് പാത്രത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു പാത്രത്തിൽ നെയ്യൊന്ന് തടവിയെടുത്തതിന് ശേഷം ഈ ഒരു കൂട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ മുഴുവനായിട്ടും തന്നെ ഞാൻ ഈ ഒരു കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊരു അലുമിനിയം കവർ ഉപയോഗിച്ച് കവർ ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു മൂടി ഉപയോഗിച്ച് കവർ ചെയ്താലും മതിയാകും. ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കാനാണ് പോകുന്നത്. സ്റ്റീമർ നേരത്തെ ആവി വരാൻ വേണ്ടി വെച്ചിരുന്നു. നല്ലപോലെ ആവി വന്നതിന് ശേഷം ഈ ഒരു പാത്രം ഇറക്കി വെച്ച് കൊടുക്കാം. 30 മുതൽ 35 മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. 30 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുക. ടൂത്ത് പിക്കോ സ്ക്യൂറോ ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കുക. നീറ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ടൈം വെച്ചാൽ മതി. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വന്നതിന് ശേഷം ഫ്രിഡ്ജിൽ 1-2 മണിക്കൂർ വെച്ച് നല്ലപോലെ തണുപ്പിച്ചെടുത്തിട്ട് വേണം ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷമുള്ളതാണ്. ഇതിൻ്റെ അരികുകൾ ഇതുപോലെ ഒന്ന് വിടിയിച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഒട്ടും പറ്റിപ്പിടിക്കൊന്നുമില്ല, ഈസി ആയിട്ട് തന്നെ ഡീമോൾഡ് ആയിട്ട് കിട്ടിക്കോളും. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഡീമോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്രീമി ആയിട്ടുള്ള നമ്മളുടെ ഈ ഒരു സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനൊരു പ്രത്യേക രുചിയാണ്. ആ ഒരു തൈരിൻ്റെ ചെറിയ പുളിപ്പ് കാണും, അതുപോലെ തന്നെ മധുരവും ആ ഒരു എല്ലാം കൂടി വരുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. നിങ്ങൾക്കിതിൽ നല്ല ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ വാനില എസൻസ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഫ്രിഡ്ജിൽ വെച്ച് നന്നായി സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇത് സെർവ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് തണുത്തിട്ട് കഴിക്കുന്നത് തന്നെയാണ് ഏറ്റവും രുചിയും. എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്.